ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല നിനക്ക് മനസ്സിലായി ടിവി കണ്ടിട്ടുണ്ട്. അല്ല ടിവിയിൽ പലതും കാണും. അത് വന്ന് ഇവിടെ കണക്കരുത്. അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനൊക്കെ കേൾക്കൂ. നിങ്ങളോ ഞങ്ങള് മീഡിയ ടീം കാശ് കിട്ടിയാൽ എന്തും ചെയ്യും. നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി. ചേട്ടാ ചേട്ടാ ധ്യാൻ ചേട്ടാ പരിപാടി ഞാൻ ഈ പരിപാടി കുറച്ച് ഇതുവരെ കാണുന്നതാണ്. ചേട്ടനിപ്പോ കപ്പലിൽ നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. കപ്പല് മുതലാളി താരതമ്യേന നല്ല പടമാണ്. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. അവിടെ വരെ എല്ലാം സൂപ്പർ ആയിരുന്നു. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. എന്താടാ ഈ പറയുന്നേ? ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ട്. ഞാനല്ലേ വിളിപ്പിക്കുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എനിക്ക് അക്കൗണ്ടിലാണ് ഇതൊന്നും കാണാം. അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ? അപ്പൊ എന്റെ പടയോ നഷ്ടമായിട്ടില്ല, എല്ലാരും വെളുപ്പിച്ചില്ലേ? ഇവനെ തല്ലിക്കൊല്ലും, മനസ്സിലായോ? നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിനക്ക്? നിങ്ങളിങ്ങനെ ചൊറിയാതൊന്ന് അടങ്ങിയിരിക്കുക. താഴെ ഇടുന്ന കമന്റ് വായിച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം പഠിപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായിരുന്നു പറയാൻ? എന്ത് പ്രൂഫ് ഉണ്ട്? അങ്ങനെ പറഞ്ഞു ജയശ്രീയുടെ വേറെ ഭാഷയോട് ചോദിച്ചോക്ക്. ഒന്ന് പൊട്ടിക്കാറില്ലേ നിനക്ക്? എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്? ഈ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. ഇനി നീ വലിയ വർത്തമാനം പറഞ്ഞ എന്റെ കാലെ പിടിച്ച പിച്ചലടിക്കും. ഒരു കാര്യം നീ കേട്ടോ, എന്തുകൊണ്ടായിരിക്കും ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക, വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ വെറുപ്പിക്കരുത്. അയ്യടാ, നീ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു. ഇത്രയും ആൾക്കാര് നിനക്ക് ഒരു വില ഞങ്ങളെടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. ചമ്മി കാര്യമുണ്ട്, ഇവിടെ നിന്നാ പോരെ. നിന്നോട് ഒരു ഉത്തരം പറയാനില്ല. എന്റെ നായിന്റെ മോന്റെ മോനെ പോയിട്ട് വരാം.